അലൈഹിസ്സലാം ഉപ്പാ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ഞാൻ ക്ഷമിക്കും ഉപ്പാ, അള്ളാഹു എന്താണോ പറയുന്നത് അതങ്ങ് ചെയ്തോളൂ. ഉപ്പയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം, ഉപ്പയുടെ അഭിപ്രായമാണ് എൻ്റേത്, ഉപ്പയെ മറികടന്ന് ഒന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞ ഇസ്മാഈൽ എന്ന കൊച്ചുമോനെ നമ്മൾ ഓർക്കണം. നമ്മുടെ മക്കളിൽ അച്ചടക്കം വളരാൻ വേണ്ടി മാതാപിതാക്കളോട്, ഉമ്മയോട്, ഉപ്പയോട്, മുതിർന്നവരോട് അച്ചടക്കം കാണിക്കുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർന്നു വരാൻ വേണ്ടി ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനെ ഈ ഹജ്ജിന്റെ വേളയിൽ നമ്മൾ ഓർക്കുകയാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സജ്ജനങ്ങളാക്കി തരട്ടെ. പ്രായപൂർത്തിയാകുമ്പോ അല്ലെങ്കിൽ സ്വന്തമായി എഴുന്നേറ്റ് നടക്കാൻ സമയമാകുമ്പോ സ്നേഹവും കരുണയും അത്രമേൽ അർഹിക്കുന്ന മാതാപിതാക്കളെ പുറംകാലുകൊണ്ട് ചവിട്ടി മെതിച്ചിട്ട് എന്ത് സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ശരീരത്തിന്റെ ഹോർമോണുകൾ നിങ്ങളോട് ചോദിക്കുന്ന രസത്തിന് വേണ്ടിയാണോ? ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നിർമ്മലമായ സ്നേഹം തന്ന മാതാപിതാക്കളെ നിങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കണേ. ഏത് രീതിശാസ്ത്രമാണ് ഇതിനെ അംഗീകരിക്കുക? ഏത് തത്വസംഹിതയാണ് ഇതിനെ താലോലിക്കുക? സ്വന്തം ജന്മത്തിന് കാരണക്കാരായ ഉമ്മയെ, ഉപ്പയെ നിങ്ങൾ സ്നേഹിക്കണേ എന്ന് പറഞ്ഞ അവരോട് ഇഷ്ടപ്പെടാത്ത ഒരു ഛേ എന്ന വാക്കുപോലും പറയല്ലേ എന്ന് പറഞ്ഞ ഒരു ദീനിന്റെ അഹ്ലുകാരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് മുസ്ലിം വിദ്യാർത്ഥികളോട് പറയട്ടെ, നിങ്ങളോട് പറയാൻ എനിക്ക് അധികാരമുണ്ടല്ലോ. നാട്ടിലുള്ള മറ്റു പലർക്കും അവരുടേതായ ആശയങ്ങളാവാം. എന്റെ മുസ്ലിം യുവാക്കളോട് പറയട്ടെ, സ്വന്തം മാതാവിനെ, സ്വന്തം പിതാവിനെ മനസ്സുകൊണ്ട് വേദനിപ്പിച്ച് നിങ്ങൾ നേടുന്ന സന്തോഷം അത് നരകത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. ആ ഒരു സന്തോഷം നിങ്ങൾക്കൊരിക്കലും നിലനിൽക്കില്ലെന്ന് മാത്രമല്ല, സങ്കടത്തിനും കണ്ണീരിനും നിങ്ങളത് പാത്രമാകാൻ പോകുന്നു. നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരും. ഒരിക്കലും തൻ്റെ ഉമ്മയെ, തൻ്റെ ഉപ്പയെ കോടതി വരാന്തകളിൽ ബോധം കെടുത്തി കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണെന്ന് പറയുന്ന എൻ്റെ സഹോദരി, എൻ്റെ കൊച്ചനുജത്തി, നിങ്ങൾ എന്താണ് ചെയ്തു കൂട്ടുന്നത്? ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ശമിച്ചു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധമുള്ള ആഴമേറിയ മുറിവുകളാണ് നിങ്ങൾ അവിടെ വരുത്തി വെച്ചിട്ടുണ്ടാവുക. പിന്നീട് കെട്ടിപ്പിടിച്ച് കരഞ്ഞതുകൊണ്ട് ആ മുറിവിന്റെ വേദന ഉണങ്ങാനിടമില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ സങ്കടപ്പെട്ട് കഴിയാനത് കാരണമാകുന്നുണ്ട് എന്ന് അനുഭവിക്കുന്ന ആളുകളോട് ചെന്നൊന്ന് ചോദിക്കണേ. അനുഭവിക്കുന്ന കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്. വീട്ടുകാരെ പുറന്തള്ളി ഇറങ്ങി ഓടിച്ചെന്ന ആളുകൾ, ഭർത്താവ് ഒരിക്കലും നോക്കാതെ എനിക്ക് നിന്നെ വേണ്ടെന്ന് പറയുമ്പോ സ്വന്തം പുരയിലേക്ക് പോകാൻ കഴിയാതെ, ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ കഴിയാതെ മരണം കാത്തുകിടക്കുന്ന എത്രയോ ജന്മങ്ങൾ മാതാപിതാക്കളുടെ കണ്ണീര് കൊണ്ടുണ്ടാക്കിയ വിപത്തുകളാണ്. അതുകൊണ്ട് ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു അനുസരണ പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കള് അനുസരണ എത്ര കാണിക്കുന്നുണ്ട് എന്ന് എൻ്റെ മക്കളെ നിങ്ങളൊന്ന് ഓർക്കണമേ. യ ഫൈസാന നസർതാ, യ ഫൈസാന നസർതാ, യാ മക്തബ് കി കറാമത് ഥി, സിഖായാ കിസ്നെ ഇസ്മാഈൽ കോ ആദാബ് ഫർസന്ദി. ഏത് മദ്രസയാണാവോ ഇസ്മാഈൽ നബിയെ പഠിപ്പിച്ചത്? ഏത് കോളേജിൽ നിന്നാണോ ഇസ്മാഈൽ നബി ആ അച്ചടക്കം പഠിച്ചതെന്നറിയുമോ? അറിയില്ല. ഇത് അല്ലാഹുവിന്റെ സ്രഷ്ടാവിന്റെ കരുണാ കടാക്ഷമായിരിക്കണം. യാ മക്തബ് കി കറാമത് ഥി, സിഖായാ കിസ്നെ ഇസ്മാഈൽ കോ ആദാബ് ഫർസന്ദി. തന്റെ പിതാവിനോട് ഇത്രമേൽ സൗമ്യമായി പെരുമാറണമെന്ന് ആരാണ് ആ മോനോട് പറഞ്ഞത്? കഴുത്തിറക്കാൻ വന്നപ്പോഴാണുപ്പാ അല്ലാഹു നിങ്ങളോട് അതാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് ഉപ്പക്ക് വേണ്ടി കഴുത്ത് നീട്ടി കൊടുത്തപ്പോഴാണ് നസലൽ അമീനു ജിബ്രീലു അലൈഹിസ്സലാം അൻ സദ്ദഖത റുയാ. ഇബ്രാഹിം നബിയെ, നിങ്ങളെ നാം പരീക്ഷിക്കുകയായിരുന്നു. ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ആടിനെ ദാനമായി നിങ്ങൾ അറുത്തേക്കണം, അതിൻ്റെ മാംസം പാവപ്പെട്ടവർക്ക് നൽകിയേക്കണമെന്ന് ഉദ്ഹിയ്യത്തിന്റെ ചര്യ വരുന്നത് ഒരു പിതാവും ഒരു മകനും നടന്ന അഭിമുഖ സംഭാഷണത്തിന്റെ പിറകെയാണ്. അനുസരണയുടെ പാഠം പഠിപ്പിച്ച കൊച്ചുമോൻ ഇസ്മാഈൽ അലൈഹിസ്സലാം നമ്മുടെ ജീവിതങ്ങളെ ബന്ധിപ്പിക്കുകയാണ്. മക്ക എന്ന നാട്ടിൽ മനുഷ്യരില്ലാതെ, ചെടികളില്ലാതെ, വെള്ളമില്ലാതെ വിജനമായി നിൽക്കുമ്പോ
കഅബാലയത്തിന്റെ അടിത്തറ പോലും കാണാതെ മണൽ മൂടിക്കിടക്കുമ്പോ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ എന്ന ഈജിപ്തുകാരിയായ സുന്ദരിയാണ്, മിസ്രി പെണ്ണാണ് മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ, അതിസുന്ദരിയായ മഹദി. ആ മഹദിയെയും പിഞ്ചുമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും അങ്ങ് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിൽ താമസമാക്കി, ഫലസ്തീനിൽ നിന്ന് ഏകദേശം ഒരു 1500ഓളം കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് മക്കയിൽ കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോഴാണ് ആ പ്രിയപ്പെട്ട സഹോദരി മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹാ തന്റെ വന്യവയോധികനായ ഭർത്താവിനോട് ചോദിച്ചത്, യാ ഇബ്രാഹീം അല്ലാഹു അമറക ബിഹാദാ, ഇബ്രാഹിം നബിയെ, അല്ലാഹു നിങ്ങളോട് പറഞ്ഞതാണോ ഞങ്ങൾ എവിടെ ഇട്ടേച്ചു പോകാൻ? അതിന് മറുപടി നൽകിയത് തലകൊണ്ടൊന്ന് അട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. അതെ എന്നർത്ഥത്തിൽ മഹദി പറഞ്ഞു, ഇത് അല്ലാഹു നിങ്ങളോട് പറഞ്ഞതാണെങ്കിൽ ഇദൻ ലൻ യുളയ്യഅനാ, അല്ലാഹു ഞങ്ങളെ കൈവെടിയുകയില്ല എന്ന് അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത പെണ്ണാണ് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. നിങ്ങൾ അല്ലാഹുവിനെ 5 വക്ത് നിസ്കരിക്കുകയും നാവ് സൂക്ഷിക്കുകയും ശരീരം സൂക്ഷിക്കുകയും ചെയ്യുന്ന പെണ്ണാണെങ്കിൽ, നിങ്ങളുടെ ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, കച്ചവടം നഷ്ടമായി എന്നിരിക്കട്ടെ, കടങ്ങൾ കുമിഞ്ഞുകൂടി എന്നിരിക്കട്ടെ, ഇദൻ ലൻ യുളയ്യഅനാ, അല്ലാഹു നമ്മളെ കൈവെടിയുകയില്ല, അല്ലാഹു നമ്മളെ കൈയൊഴിയുകയില്ല എന്ന് ഭർത്താവിന് ആത്മധൈര്യം കൊടുക്കാൻ പെങ്ങളെ, സഹോദരി, നിങ്ങളെ കൊണ്ട് കഴിയാറുണ്ടോ? നമ്മുടെ മുൻഗാമികളായ സഹോദരിമാരെ ചരിത്രം എടുത്തു പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോ അവരെ വാതിലിക്കൽ വന്ന് യാത്ര അയക്കുമ്പോൾ ഭർത്താവ് പോയി കഴിഞ്ഞതിന് ശേഷമേ വാതിലടക്കാവൂ എന്ന മര്യാദ ഞാൻ ചേർത്തു പറയട്ടെ. ആ വാതിൽക്കൽ നിന്ന് ഭർത്താവിനോട് യാത്ര പറയുമ്പോ, ജോലിക്ക് പറഞ്ഞേക്കുമ്പോ, അല്ലെങ്കിൽ ഇവിടെ ഗൾഫിലേക്ക് പോവുകയാണെന്ന് സങ്കല്പിച്ചോളൂ, ജോലിക്ക് പോവുകയാണെന്ന് കരുതിക്കോളൂ, കൂലിപ്പണിക്ക് പോവുകയാണെന്നിരിക്കട്ടെ, അന്നത്തെ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് പറഞ്ഞിരുന്ന വാക്ക്, എന്റെ ഭർത്താവേ, ഇന്നാ നസ്ബിറു അലൽ ജൂഅ് വലാ നസ്ബിറു അലന്നാർ, ഭർത്താവേ, ഇന്ന് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരാനാ നിങ്ങൾ പോകുന്നത്, നാളത്തേക്കുള്ള വസ്ത്രം വാങ്ങിക്കാനാ നിങ്ങൾ പോകുന്നത്, വീടുണ്ടാക്കാനാ നിങ്ങൾ പോകുന്നത്, മക്കളെ കെട്ടിക്കാനാ പോകുന്നത്, ഇതൊക്കെ എനിക്കറിയാം. ഞങ്ങൾ പട്ടിണി കിടക്കാൻ ഒരുക്കമാണ്, പട്ടിണി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും, എന്നാൽ നാളത്തെ നരകം സഹിക്കാൻ കഴിയില്ല കേട്ടോ, നിങ്ങൾ മറക്കരുതേ എന്ന് തൻ്റെ ഭർത്താവിനോട് ഹലാലായ സമ്പാദ്യം മാത്രം കൊണ്ടുവന്നാൽ മതി. ഒരാളെയും വഞ്ചിക്കുന്നത്, കളവ് പറഞ്ഞിട്ട്, നുണ പറഞ്ഞിട്ട്, മോഷണം ചെയ്തിട്ട് ഒന്നും കൊണ്ടുവരല്ലേ. അത് കഴിഞ്ഞാൽ നരകമാണെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നരകത്തിന്റെ ഭക്ഷണവുമായി വരരുതേ, നരകത്തിന്റെ സമ്പാദ്യം ഞങ്ങൾക്ക് തരരുതേ, ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചോളാം, ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾ ഹറാമിന്റെ സമ്പാദ്യം കൊണ്ടുവരരുതേ എന്ന് ഭർത്താക്കന്മാരോട് പറഞ്ഞിരുന്ന പെണ്ണുങ്ങൾ. ആ ഒരു സംസ്കാരത്തിലേക്ക്, ആ ഒരു നല്ല മൂല്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അയൽപക്കത്തെ പെണ്ണിന് ആഭരണങ്ങൾ ഏറെ വാങ്ങിക്കുമ്പോ ഇപ്പുറത്തെ വീടിന്റെ വലിപ്പം കൂടുമ്പോ, എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ പറയാം, എങ്ങനെയാണെങ്കിലും നമ്മുടെ വീടൊന്ന് വലുതാക്കണം, എങ്ങനെയാണെങ്കിലും എനിക്കിന്നത് വേണം, എവിടുന്ന് ഞാൻ തരാം, ലോൺ എടുക്കിൻ, ഇത്ര എളുപ്പ പറയാനല്ലേ, പച്ചയായ പലിശ കൊടുക്കാൻ വേണ്ടി നമ്മുടെ വീടിന്റെ ആധാരങ്ങളും വീടിന്റെ രേഖകളും പലിശ ബാങ്കുകളിൽ കിടക്കാത്ത എത്ര വീടുകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടെന്ന് നിങ്ങൾ ചോദിക്കും. ഈ ഇരിക്കുന്ന സദസ്സ്, നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ, നിങ്ങളുടെ വീടുകൾ നിങ്ങളൊന്ന് പറയിൻ. പലിശയുടെ ബന്ധമില്ലാത്ത എത്ര വീടുകൾ നമ്മുടെ മഹല്ലിലുണ്ട്? നിസ്സാരമായിട്ടല്ലേ നമ്മൾ കാണുന്നത്, നിസ്സാരമായിട്ട്. അള്ളാഹു പറയുന്നത്, നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യാൻ വരികയാണ് ചെയ്യുന്നത്, മനുഷ്യന്മാരെ പലിശ തീറ്റിക്കുന്നതും അവർക്ക് പലിശ കൊടുക്കുന്നതും എനിക്കിഷ്ടമല്ല എന്ന് അള്ളാഹുവിൻ്റെ ഒരു സംവിധാനത്തെ നിസ്സാരമായി കാണുന്ന നമ്മളെ അള്ളാഹു കാക്കാൻ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ സഹായം ഈ ഉമ്മത്തിന് കിട്ടുമെന്ന് വല്ല ഉറപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളോട് യുദ്ധം പ്രഖ്യാപിച്ചവരോട് അള്ളാഹു എന്ത് സംരക്ഷണം തീർക്കാനാ നമുക്ക്? അതുകൊണ്ട്
ഇന്നാ നസ്ബിറു അലൽ ജൂഅ് വലാ നസ്ബിറു അലൻ നാർ. നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, ഞങ്ങൾ പട്ടിണി സഹിച്ചോളാം എന്ന് പറഞ്ഞ നമ്മുടെ മുൻഗാമികളായ മഹദിമാരുടെ ആ ഒരു ചിന്തകളിലേക്ക് നമ്മുടെ വീടുകൾ ഉണരട്ടെ. അള്ളാഹു നമുക്ക് ഹലാല് കൊണ്ട് ഐശ്വര്യം തരട്ടെ. നമ്മളൊക്കെ കടമുള്ളവരാ, വിഷമങ്ങളുള്ളവരാണ്. പക്ഷേ ആ ഒരു കടം മറികടക്കാൻ, നമ്മുടെ വിഷമം മറികടക്കാൻ അള്ളാഹു ഹലാലാക്കിയതല്ലാത്ത ഹറാമിന്റെ ഒരു മാർഗങ്ങളിലേക്കും പോകില്ല എന്ന് നിങ്ങൾ ഖൽബ് കൊണ്ട് അസീമത്ത് ചെയ്തിട്ടുണ്ടോ? ഖൽബ് കൊണ്ട് തീരുമാനമെടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അള്ളാന്റെ സഹായം വന്നിരിക്കും. അത് അനുഭവമാണ്. അതല്ല, കുടുങ്ങാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി ആധാരം പണയം വെക്കും എന്നെങ്ങാനും കൽബിന്റെ ഒരു മൂലയിൽ നിങ്ങൾക്ക് ചിന്തയുണ്ടായിരുന്നോ, നിങ്ങൾ പണയം വെച്ചിരിക്കും. എന്തുകൊണ്ട്? ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ഒരു തിന്മയെ നിങ്ങൾ താലോലിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അല്ലാഹു ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, ആ തിന്മയുടെ മാർഗത്തിലേക്കാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുക, നിങ്ങൾ അങ്ങോട്ടാണ് എത്തിപ്പെടുക. എന്നാൽ റബ്ബേ, എന്ത് പ്രതിസന്ധി എന്റെ മുമ്പിൽ വന്നാലും നിനക്കരുതാത്ത ഒരു വഴിയിലൂടെ, നിനക്കിഷ്ടമില്ലാത്ത പലിശയുടെ ഏർപ്പാടിലൂടെ ഞാൻ പോകില്ല റബ്ബേ. എന്റെ വീട് ചോർന്നൊലിച്ചാൽ പോലും, കുടചൂടിയിരുന്നാൽ തന്നെയും ഈ പണി പൂർത്തിയാക്കാൻ ഞാൻ ബാങ്ക് പലിശക്ക് എടുത്തിട്ട് ഞാനിത് ചെയ്യില്ല റബ്ബേ എന്ന് ശപഥം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളുടെ മുമ്പിലേക്ക് ലറസഖഹും കമാ യർസുഖുത് ത്വയ്ർ, പക്ഷികൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്ന പോലെ ആരാരും അറിയാതെ, നിങ്ങൾ പോലും വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് തന്നിരിക്കും. ഇത് നുണ പറയാത്ത സ്വാദിഖും മസ്ദൂഖുമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിച്ചത്. അതിൽ തെറ്റുപറ്റില്ല. അത് സത്യമാണ്. അത് സത്യമായി പുലർന്നതാണ്, പുലർന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണത്. അതുകൊണ്ട് മുഅ്മിനെ, ഹജ്ജ് എന്ന് പറയുന്നത് അല്ലാഹുവിനുള്ള പരമമായ അനുസരണയാണ്. എന്തിന് 7 തവണ ചുറ്റുന്നു? എന്തിന് 7 തവണ നടക്കുന്നു? എന്തിന് അറഫ? എന്തിന് മുസ്ദലിഫ? അല്ലാഹു പറഞ്ഞു, ഹബീബ് പറഞ്ഞു, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു റബ്ബേ. അതിന്റെ യുക്തിയോ, അത് എന്തിന് എന്ന വൈ എന്ന ചോദ്യത്തിനോ എനിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും ഇത് അല്ലാഹു പറഞ്ഞതാണ്, എന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. എന്നാൽ സമിഅനാ വ അത്വഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. ഇത് പറയുന്നിടത്താണ് ഒരു മുസ്ലിമാകുന്നത്. ഇബാദത്തിന്റെ സയൻസ് പഠിച്ചിട്ടല്ല നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. സയൻസ് എന്ത് പറയുന്നു? മെഡിസിൻ എന്ത് പറയുന്നു?